ലൈഫ് സ്റ്റൈൽ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഒരു പള്ളിപ്പെരുന്നാളാണ് കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പള്ളിപ്പെരുന്നാൾ എക്സ്പീരിയൻസ് ആണ് ഇത്. ചവറയിലെ കോവിൽത്തോട്ടം പള്ളിയാണ്. കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ വെക്കേഷൻ്റെ വീഡിയോ ആണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിപ്പെരുന്നാളിന് വന്നത്. കാരണം എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ആയിരുന്നു. എന്തെങ്കിലും എനിക്കിവിടെ താമസിച്ച് പോകുന്നതിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ വെക്കേഷന് വന്നപ്പോൾ പള്ളിപ്പെരുന്നാളാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്ത് ഞാൻ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്ത പള്ളിപ്പെരുന്നാളാണ്. കുറേ നാളിന് ശേഷമാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഇതുപോലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ജോർജിയയിലായതുകൊണ്ട് മിക്ക ഉത്സവ സീസണിലൊക്കെയും ഞാൻ ഇവിടെ ആയിരിക്കും. ഒരു ഉത്സവം അങ്ങനെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് കുറേ നാളായി. എനിക്കിതെല്ലാം കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഉണ്ട്. കാരണം മെഡിസിനൊക്കെ പഠിക്കുന്നതിന് മുന്നേ ആണ് ഞാൻ ലാസ്റ്റ് ടൈം ഇതുപോലൊരു പെരുന്നാളും ഒക്കെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ അപ്പുക്കുട്ടനും ലീനാൻ്റിയും മാമിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കരിമ്പൻ ജ്യൂസ്, കുറേ ടോയ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ. നമ്മൾ ഒരു പെരുന്നാളിന് കാണുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡ്സൊക്കെ കഴിച്ചു കേട്ടോ. എവിടെ പോയാലും എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ കടല എങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ ഇങ്ങനെ കിട്ടിയാൽ ഞാൻ കഴിക്കും, ഈ സാലഡ് പോലെ. അപ്പോൾ അതാണ്ട് നല്ല കായലിൻ്റെ തീരത്തുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണിത്. എല്ലാവരും പാലമൊക്കെ കയറി ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് അപ്പോഴത്തേക്ക് നിർമ്മിച്ച പോലൊരു പാലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സൈഡിൽ തന്നെ വേറെ ഒരു പാലവും കൂടി ഉണ്ട്. പഴയ പാലമാണ് അത് നേരത്തെ അടുത്തതിനോട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കാം അതിനകത്ത് ആരും കയറഞ്ഞത്. ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അതിനകത്ത് കയറിയപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ വെളിയിലോട്ടൊക്കെ വന്നു. കുറേ നേരം അവിടെ എല്ലാ ലൈറ്റിങ്ങും ഒക്കെ കണ്ട്. ഈ സാധനം ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ അതും കണ്ടു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഇപ്പം ഞാൻ വലുതായല്ലോ. എന്നിട്ട് നമ്മൾ മെയിൻ ഇതുപോലത്തെ പരിപാടിക്ക് എന്ത് വന്നാലും ഫുഡ് അടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനും അപ്പുക്കുട്ടനുമാണ് ഇന്നത്തെ ഫുഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മൾ ഇതാണ് ഞങ്ങളുടെ സ്പോൺസർ അപ്പുക്കുട്ടൻ്റെ അച്ഛൻ. അപ്പോൾ അതാണ്ടേ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാനുള്ള ഒരിതിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു പാനിപ്പൂരിയും തട്ടി കുറേ ഫുഡ്സ് കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡബിൾ ഫ്ലേവേർഡ് ഐസ്ക്രീം ഇരിക്കട്ടെ വിചാരിച്ച് അങ്ങനെ ഐസ്ക്രീമും തട്ടി. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ നിന്ന് പോരുന്നപ്പോഴത്തേക്ക് വയറെല്ലാം നിറഞ്ഞു. അതുപോലെ ഇരുന്ന് ഓരോ സാധനങ്ങളും ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതവിടുത്തെ പ്രസാദം കൊടുക്കലാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊരിയാണ് അവർ പ്രസാദമായിട്ട് കൊടുത്തത്. നമ്മൾ ഇങ്ങനെ ഫുഡ് തന്നെ ഇത് തന്നെ പരിപാടി. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നതിന് മുന്നേ ആ കടലേൻ്റെ സാലഡ് അതും വാങ്ങിച്ച് ഒരു കുട്ടി വ്ളോഗായിരുന്നു ഇതപ്പോൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സീ യു.